ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മൾ ഇന്നും കിച്ചണിലാണ്. അപ്പോൾ എന്തോ ഒന്ന് ഉണ്ടാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യെസ്, നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ടൽ സാൻഡ്വിച്ച് ഇട്ട് എൻ്റെത് പിന്നെ എല്ലാം തട്ടിക്കൂട്ടലായതുകൊണ്ട് ഇതും തട്ടിക്കൂട്ടൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നനഞ്ഞ വിറക്, കുറച്ച് നനവുള്ള വിറക്, അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ മേലിട്ടേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കിടക്കാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടയ്ക്ക് 4 വെളുത്തുള്ളി എന്ന രീതിയിലാണ് സാധാരണ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് 4 വെളുത്തുള്ളി ലെയർ എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. സൈഡ് ഓട്ടയാക്കി പിന്നെ എവിടെ ഓട്ടയാക്കുന്നത് അത്ര വലിയ ഓട്ടയാക്കിയാൽ അതിന് പോരിട്ടോ മഞ്ഞ എന്തേ ഇപ്പൊ ഞാൻ പറഞ്ഞു മഞ്ഞ കൂട്ടി അടിക്കലുണ്ട്. മഞ്ഞ എന്തേം കാട്ടിക്കും മഞ്ഞ കൂട്ടി അടിച്ചാലോ എനിക്കറിയില്ല. ആ ഉണ്ണി എടുത്ത് തോണ്ടിരുത്താളാ തോനുള്ളത്. അങ്ങനെ അമ്മേൻ്റെ വാക്കും കേൾക്കാതെ നിന്നപ്പോൾ മുട്ടയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വീണു. പക്ഷെ ഞാൻ അടിച്ചെടുത്തത് ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. അതേ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു, അതേ ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോഴേ ഇത് ഭയങ്കര തിക്കിൽ വരുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളിങ്ങോട്ട് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഭയങ്കര ഉറച്ചാണ് നിൽക്കുന്നത്. പിന്നെ അതൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് ഞാനിതവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പൊരിച്ചിട്ട് നമ്മൾ ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ സാൻഡ്വിച്ചിൽ ഭയങ്കര ഒരുപാട് ഉള്ളിയല്ലേ, പക്ഷെ ഞാൻ ഇതിൽ ഒരുപാട് ഉള്ളി ആക്കുന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ എൻ്റെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഏതൊക്കെ വീഡിയോ കാണാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ വേഗം ഓണാക്കി വയ്ക്കും. അപ്പോൾ അമ്മ അടുപ്പത്ത് നമ്മുടെ കുടിവെള്ളം അതോ ഇനി ചോറിന് വെള്ളം വെച്ചതോ എന്തോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ ഊതി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ ഒരു ട്രിപ്പൊക്കെ പൊരിച്ച് ഇവിടെ വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊരിച്ച് വെച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ വേഗം എന്ത് ചെയ്തു, അതിലേക്ക് വേണ്ട തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് എടുത്തിട്ട് അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഉള്ളിയും 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു പച്ചമുളകും. ഓക്കെ, ഇതിലേക്ക് പിന്നെ കുറേ പൊടികൾ വലിയ എരിവൊന്നും ആക്കുന്നില്ല, കാരണം നമ്മൾ സാൻഡ്വിച്ച് ഭയങ്കര എരിവിലൊന്നല്ലല്ലോ ഇത് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇതേ ഇങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടോ. അതിനി ഞാൻ ഒന്നുകൂടെ പാനിക്കിട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് ആണ് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം സാൻഡ്വിച്ച് മഞ്ഞ കളറിലല്ലല്ലോ ഉണ്ടാവുക. ഓക്കെ, മഞ്ഞ മസാല അല്ലല്ലോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ബിരിയാണി മസാല ഉണ്ടല്ലോ അതൊന്ന് കുറച്ചിട്ട് കൊടുത്തു, കാരണം എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് പച്ചമുളക് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത് അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു, കുറച്ചല്ല 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് വേവിച്ചെടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി കുറച്ചൊന്ന് മൂടി വെച്ച് അടച്ച് വേവിച്ച് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെള്ള ബൗൾ എടുത്തിട്ട് അതിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇനിയാണ് അങ്ങോട്ടുള്ള പരിപാടി. ഇത് ഞാൻ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പോലും വിചാരിച്ചില്ല, ഇതെന്തോ ബിരിയാണി മസാലയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ മയോണൈസ് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ ബണ്ണുണ്ടല്ലോ, ബണ്ണ് എന്നും ഇവിടെ ബെന്നെന്നും പറയും, 2 രീതിയിലും പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്ത്
വെച്ച് ഇതിലേക്ക് ഞാനിത് മയോണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ സാൻഡ്വിച്ചിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇത്രയും മിക്സ് ചെയ്തത്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീരിയസ്ലി ഗൈസ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മയോണൈസ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഞാനിതേ ഓരോന്നിലും ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഇവിടെ റെഡി ആയിരിക്കണം, അടുത്തതും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ 4 എണ്ണത്തെ ഇവിടെ റെഡി ആക്കി എന്നിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ഹലോ, അപ്പോൾ നമ്മൾ എൻ്റെ ഗായ്സ് ഇത് ഒരു നടക്കും, ഇത് മുന്നോട്ട് പോയില്ല, ഒന്നെങ്കിൽ പട്ടികൾ അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ കീഴ്ശ്ശേരിത്തെ ഒരു സാൻഡ്വിച്ച് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുത്തെ സാൻഡ്വിച്ച്. പക്ഷേ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് കഴിച്ച സാൻഡ്വിച്ചിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ സാൻഡ്വിച്ചിൽ കിട്ടിയത്. എന്തായാലും കൊള്ളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല, ഒരു കുഞ്ഞി കുക്കിംഗ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.